നമ്മുടെ റോഡുകളിൽ വിവിധ തരത്തിലുള്ള ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. ചിലതിൽ NH എന്നും ചിലതിൽ SH എന്നും ചിലതിൽ PWD എന്നും എഴുതിയിട്ടുണ്ടാകും. എന്താണ് ഈ പേരുകൾക്കിടയിലുള്ള വ്യത്യാസം? ആരാണ് റോഡുകൾ നിർമ്മിക്കുന്നത്? ഇവയ്ക്ക് നമ്പറുകൾ എങ്ങനെ നൽകുന്നു? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ റോഡുകളെ കുറിച്ചാണ്. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന NH-66 കുറിച്ച്. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. ദേശീയപാതകൾ, നാഷണൽ ഹൈവേസ്, ഇതാണ് രാജ്യത്തിന്റെ പ്രധാന റോഡ് ശൃംഖല. സംസ്ഥാനങ്ങളെയും തലസ്ഥാനങ്ങളെയും പ്രധാന നഗരങ്ങളെയും തുറമുഖങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ദേശീയപാതകളാണ്. ഇവയുടെ നിർമ്മാണവും പരിപാലനവും കേന്ദ്ര സർക്കാരാണ് ചെയ്യുന്നത്. സംസ്ഥാന പാതകൾ, സ്റ്റേറ്റ് ഹൈവേസ്, ഒരു സംസ്ഥാനത്തിനകത്തുള്ള പ്രധാന നഗരങ്ങളെയും ജില്ലാ ആസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളാണിത്. സംസ്ഥാന റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും അതത് സംസ്ഥാന സർക്കാരുകളാണ് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് റോഡ്സ്, ഒരു ജില്ലയ്ക്കുള്ളിലെ പ്രധാന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളാണിത്. ഇവയെ മേജർ ഡിസ്ട്രിക്ട് റോഡ്സ് എന്നും അതർ ഡിസ്ട്രിക്ട് റോഡ്സ് എന്നും തിരിച്ചിട്ടുണ്ട്. ജില്ലാ റോഡുകളുടെ പരിപാലനം ജില്ലാ പഞ്ചായത്തുകളാണ് ചെയ്യുന്നത്. പഞ്ചായത്ത് റോഡ്, ഗ്രാമങ്ങളെയും മറ്റു റോഡുകളെയും ബന്ധിപ്പിക്കുന്ന ചെറിയ റോഡുകളാണ്. ഇവയുടെ പരിപാലനം ഗ്രാമപഞ്ചായത്തുകളാണ് ചെയ്യുന്നത്. NH-66 നമ്പറിംഗ് എങ്ങനെ ഉണ്ടായി? നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന ദേശീയപാതയാണ് NH-66. മുൻപ് ഈ റോഡിന്റെ പേര് NH-17 ആയിരുന്നു. എന്നാൽ 2010-ൽ ദേശീയപാതകളുടെ നമ്പറിംഗ് സമ്പ്രദായത്തിൽ ഒരു മാറ്റം വരുത്തി. പുതിയ സമ്പ്രദായം അനുസരിച്ച് നോർത്ത് സൗത്ത് ദിശയിലൂടെ പോകുന്ന റോഡുകൾക്ക് ഈവൻ നമ്പേഴ്സും ഈസ്റ്റ് വെസ്റ്റ് ദിശയിലൂടെ പോകുന്ന റോഡുകൾക്ക് ഓഡ് നമ്പേഴ്സും നൽകി. NH-66 നോർത്ത് സൗത്ത് ദിശയിലൂടെ പോകുന്ന റോഡ് ആയതുകൊണ്ടാണ് അതിന് ഈവൻ നമ്പർ 66 നൽകിയത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാശ്മീരിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന NH-44 ആണ് ഏറ്റവും വലിയ ദേശീയപാത. ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ നീളുന്ന ഇത് വടക്ക് തെക്ക് ദിശയിലായതിനാലാണ് ഇതിന് ഈവൻ നമ്പർ ആയിട്ടുള്ള 44 എന്ന നമ്പർ കിട്ടിയത്. ഇത് NH-66 അല്പം കൂടി കിഴക്കായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് 66 എന്ന നമ്പറിനേക്കാളും കുറവ് വന്നത്. ദേശീയപാതകൾക്ക് നമ്പറിംഗ് നൽകുന്നത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. ദേശീയപാതകളുടെ നിർമ്മാണത്തിന്റെയും പരിപാലനത്തിന്റെയും ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. എന്നാൽ ഈ ജോലികൾ നടപ്പിലാക്കുന്നത് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഇതൊരു സ്വയംഭരണ സ്ഥാപനമാണ്. ഇനി നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന NH-66 കുറിച്ച് സംസാരിക്കാം. NH-66 കേരളത്തിലെ ഏകദേശ ദൂരം 643 കിലോമീറ്റർ ആണ്. ഇത് കാസർഗോഡ് ജില്ലയിലെ തലപ്പാടിയിൽ തുടങ്ങി തിരുവനന്തപുരം ജില്ലയിലെ കളിയിക്കാവിളയിൽ അവസാനിക്കുന്നു. NH-66 കേരളത്തിലെ വികസനം, അതായത് 6 വരി പാതയാക്കാനുള്ള നടപടികൾ തുടങ്ങിയത് 2017-ലാണ്. ആരാണ് ഇതിന് പണം നൽകുന്നത് എന്ന് നോക്കാം. ദേശീയപാതകളുടെ നിർമ്മാണത്തിനുള്ള പണം പ്രധാനമായും നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ സ്ഥലം ഏറ്റെടുക്കലിന്റെയും മറ്റു ചെലവ് സംസ്ഥാന സർക്കാരുമായി പങ്കുവെക്കാറുണ്ട്. NH-66 വികസനത്തിനായി കേരള സർക്കാർ ഒരു നിശ്ചിത തുക നൽകുന്നുണ്ട്. കേരളത്തിലെ NH-66 6 വരി പാതയാക്കാനുള്ള ആകെ ചിലവ് ഏകദേശം 56,000 കോടി രൂപയ്ക്കും 60,000 കോടി രൂപയ്ക്കും ഇടയിലായിട്ടാണ് കണക്കാക്കുന്നത്. കേരളത്തിലെ ഭൂമിയുടെ ഉയർന്ന വില പരിഗണിച്ച് സ്ഥലമേറ്റെടുക്കലിന്റെ 25% സംസ്ഥാന സർക്കാർ നൽകണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. ഇതനുസരിച്ച് ഏകദേശം 5,580 കോടി മുതൽ 5,792 കോടി വരെ കേരള സർക്കാർ ഇതിനകം നൽകിക്കഴിഞ്ഞു. ഇത്രയും വലിയ തുക ദേശീയപാത വികസനത്തിനായി നൽകുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. പദ്ധതി വേഗത്തിലാക്കാൻ റോഡ് നിർമ്മാണത്തിനുള്ള GST, റോയൽറ്റി തുടങ്ങിയവയിൽ ഇളവ് നൽകാനും സംസ്ഥാന സർക്കാരിനോട് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. NH-66 വികസനം കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ വലിയൊരു വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. ഇത് പൂർത്തിയാകുന്നതോടെ യാത്രാ സമയം കുറയുകയും ചരക്ക് ഗതാഗതം എളുപ്പമാവുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.